സെലിബ്രിറ്റികളുമായുള്ള അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അവതാരകയാണ് വീണ മുകുന്ദൻ. ഇപ്പോൾ മലയാളത്തിൽ നിലവിലുള്ള ആങ്കർമാരിൽ ജനശ്രദ്ധ ലഭിച്ച ആങ്കർ കൂടിയാണ്. അഭിമുഖത്തിനിടെ നടൻ ശ്രീനാഥ് ഭാസിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഒരിടയ്ക്ക് അവതാരക വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ബിഹൈൻഡ് വുഡ്സിന്റെ അവതാരകയായാണ് വീണ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. ഇപ്പോൾ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് താരം. ചില മലയാള സിനിമകളിലും മുഖം കാണിച്ചിട്ടുള്ള വീണ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ വിശേഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. താൻ ഗർഭിണിയാണെന്നും വൈകാതെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുമെന്നുമാണ് പുതിയ വിശേഷം. 6 വർഷം മുൻപായിരുന്നു താരത്തിന്റെ വിവാഹം. ജീവൻ കൃഷ്ണകുമാറാണ് പങ്കാളി. കരിയർ കെട്ടിപ്പടുക്കുന്നതിന്റെ തിരക്കിലായതിനാലാണ് വീണ ഇത്രയും കാലം പ്രഗ്നൻസി നീട്ടിവെച്ചത്. എന്നാൽ ഇപ്പോൾ താൻ അമ്മയാകാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വീണയുടെ മുഖത്തെ തിളക്കം കണ്ട് പ്രേക്ഷകർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതോടെയാണ് പ്രഗ്നൻസി താരം റിവീൽ ചെയ്തത്. കഴിഞ്ഞ 3-4 മാസമായി എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമന്റാണ് വീണ പ്രഗ്നന്റ് ആണോ എന്നത്. വീണയുടെ മുഖത്തിന് ഒരു ഗ്ലോ വന്നിട്ടുണ്ടല്ലോ, അതിനർത്ഥം ഗർഭിണിയാണെന്നല്ലേ? അതുകൊണ്ടല്ലേ ലൂസ് സൈസിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നിങ്ങനെയും നിരവധി കമന്റുകൾ എനിക്ക് നിരന്തരമായി ലഭിക്കാറുണ്ടായിരുന്നു. ഈ കമന്റുകൾക്കെല്ലാം മറുപടി നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ മറുപടിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതെ, ഞാൻ ഗർഭിണിയാണ്. പ്രഗ്നന്റ് ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാലം മുതൽ എനിക്ക് ഈ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു ഫേസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. 2025 ഞാനെടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്തവണ ഒരു ഫാമിലി പ്ലാനിംഗ് ഉണ്ടാക്കണം, ഒരു കുട്ടി വേണം എന്നതൊക്കെ. അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ തന്നെ അത് സംഭവിച്ചു. ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാലം പറയാതെ വെച്ചതെന്ന്. എല്ലാവിധ ക്ലാരിഫിക്കേഷനിലൂടെയും കടന്നുപോയി ഇത് സത്യമാണെന്ന് എനിക്ക് തന്നെ പൂർണ്ണ ബോധ്യം വന്ന ശേഷം പറയാമെന്ന് കരുതിയാണ് ഇതുവരെ പറയാതിരുന്നത്. ഈ മെയ്യിൽ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമാകും. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്റേത് വളരെ സാധാരണ കുടുംബമാണ്. അങ്ങനൊരു കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കുമെല്ലാം വിവാഹിതയായി 6 വർഷം കഴിഞ്ഞിട്ടും മോൾക്ക് കുട്ടികൾ ജനിക്കാത്തതും 30 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാകുമല്ലോ എന്നതും ഒരു കൺസേൺ ആയി ഉണ്ടാകും. മാത്രമല്ല എനിക്ക് PCOD, PCOS എന്നിവയുമുള്ളതാണ്. പക്ഷേ എല്ലാ കാലത്തും എന്റെ പ്രയോറിറ്റീസ് മറ്റു പലതുമായിരുന്നു. സ്വന്തമായി ഒരു കരിയർ സെറ്റ് ചെയ്യണമെന്നതായിരുന്നു അത്. കഴിഞ്ഞ 1.5 വർഷമായി ഒറിജിനൽസ് എന്റർടൈൻമെന്റ് എന്ന എന്റെ ചാനലിന് പിറകെയായിരുന്നു. അതുപോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും എന്നെ സംബന്ധിച്ച് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രഗ്നൻസിയിലേക്ക് കടന്നാൽ ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻസി നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് പ്രഗ്നൻസി ഞാൻ നീട്ടിവെച്ചത്. എന്നാൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞാൻ സെറ്റിലായെന്ന് എനിക്ക് തന്നെ ബോധ്യം വന്നതുകൊണ്ടാണ് 33 വയസ്സ് കഴിയുന്ന സാഹചര്യത്തിൽ പ്രഗ്നന്റ് ആകാമെന്ന് തീരുമാനിച്ചത്. ഓവർ ഏജിലാണെന്നും ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്നും ഡിലേ ചെയ്യിക്കരുതെന്നും പലരും പറഞ്ഞിരുന്നു. പക്ഷേ സ്വയം തന്നെയാണ് 2025 മദർഹുഡിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചത്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. ടെൻഷനോടെയാണ് മദർഹുഡിലേക്ക് പ്രവേശിച്ചതെങ്കിലും ആദ്യത്തെ 3 മാസം ദൈവാനുഗ്രഹം കൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. ഗർഭിണിയാണെന്നറിഞ്ഞതും വളരെ രസകരമായ സമയത്താണ്. ആപ് കൈസേ ഹോ സിനിമയുടെ പ്രമോഷൻ നടക്കുന്ന സമയത്താണ് പ്രഗ്നൻസി അറിഞ്ഞത്. എല്ലാം കൊണ്ടും ആ സമയത്ത് ഞാൻ വളരെ ഹാപ്പിയായി നിൽക്കുകയായിരുന്നു. അതിനിടയിൽ കണ്ണിന് അസുഖം വന്നിരുന്നു. അതൊരു ചെറിയ വിഷമമായിരുന്നു. പിന്നീട് അതും ഭേദപ്പെട്ടു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.